C4 Craft and Cookingന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി എണ്ണയെടുത്ത് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മളിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിയായി എണ്ണയെടുത്ത് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് പൊടിയായി എണ്ണയെടുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ സമയത്ത് നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മുട്ട ഉപയോഗിച്ച് ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. ഇത് കുറേ നേരത്തേക്ക് ഫ്രഷായി തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ സ്പൈസി ആയ എഗ് റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടയുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്